ഹലോ സ്റ്റുഡൻസ്, ക്യൂബിറ്റ് അക്കാദമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ മിഡീവൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ്? നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. അപ്പോൾ നമ്മൾ മിഡീവൽ ഇന്ത്യ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ അല്ലെ എന്താണ് ഓർമ്മ വരുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ മിഡീവൽ ഇന്ത്യ എന്ന പേര് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? നിങ്ങൾക്ക് സുൽത്താനേറ്റ് പീരീഡും കൂടാതെ തന്നെ മുഗൾ പീരീഡൊക്കെ ഓർമ്മ വരും അല്ലേ? അതിനു മുന്നേ ഈ ഇന്ത്യ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ പലതരത്തിലുള്ള രാജഭരണത്തെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സുൽത്താനേറ്റ് പീരീഡിനൊക്കെ മുന്നേയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയെ കുറിച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു ചിത്രമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയാം. ഈ ഒരു ക്ലാസ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ? ഈ ഒരു മിഡീവൽ ഇന്ത്യയുടെ ഒരു ബേസ് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് സുൽത്താനേറ്റ് പീരീഡും കൂടാതെ തന്നെ മുഗൾ പീരീഡും ഇന്ത്യയിൽ വന്നത് എന്നല്ലേ ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ മിഡീവൽ ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയെ കുറിച്ചിട്ട് അറിയണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം അല്ലേ? എന്താണ് ഈ മിഡീവൽ ഇന്ത്യ? ഏർലി മിഡീവൽ പീരീഡ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യയിലെ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ടും പിന്നെ എന്താണ് പലതരത്തിലുള്ള നാഗരികതയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചില്ല. വേദിക് ലിറ്ററേച്ചർ ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഗുപ്ത കാലഘട്ടം കഴിഞ്ഞുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ പഠിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ഭരണകൂടമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണാധികാരികളായിട്ടുള്ള ആരാണ്? നമ്മളുടെ ചൗഹാൻ രജപുത്ത് കിങ്ഡംസിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് രജപുത്ത് കിങ്ഡംസ്? അപ്പോൾ നിങ്ങൾ ഹിന്ദി സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ രജപുത്തിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവും അല്ലേ? രജപുത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നടനൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു ഹീറോ നടനെ കുറിച്ചിട്ടല്ല, മറിച്ച് എന്താണ് രജപുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിങ്ഡത്തെ കുറിച്ച്, രാജ്യത്തെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ കുറേ തരത്തിലുള്ള രജപുത്ത് കിങ്ഡംസുകളുണ്ട്, കൂടാതെ അവരുടെ ക്യാപിറ്റൽസ് ഉണ്ട്, അതിൻ്റെ ഫൗണ്ടേഴ്സുകളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നോർത്ത് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് രജപുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ രജപുത്ത് ആരാണ്? അവരെവിടെ നിന്നാണ് വന്നത്? രജപുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അർത്ഥം സൺ ഓഫ് കിങ്സ് എന്നാണ്. രാജാക്കന്മാരുടെ അല്ലെങ്കിൽ മക്കൾ എന്ന രീതിയിലാണ് എന്ത് വരുന്നത്? രജപുത്ത് എന്ന പേര് വരുന്നത്. ഏകദേശം ഒരു AD 6-ാം നൂറ്റാണ്ടോടെയാണ് രജപുത്തന്മാരെ ഇന്ത്യയിലേക്ക് വരുന്നത്. അവർ സ്വരാഷ്ട്രീയൻ അല്ലെങ്കിൽ സ്വരാഷ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തെ ഭരണാധികാരികളായിരുന്നു ഈ രജപുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അവരെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റത്തുള്ള ചൗഹാൻ രജപുത്ത് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? അവ പരാജയപ്പെടുകയും പിന്നീട് സുൽത്താൻ ഭരണം എവിടേക്ക് വരുന്നത്? ഇന്ത്യയിലേക്ക് വരും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചൗഹാൻ ഭരണത്തെ കുറിച്ച് പറയാം. ഇവിടെ ലാസ്റ്റത്തെ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ട്. ആ ഭരണാധികാരിയെ ഗോറികൾ പരാജയപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് അവിടെ ഇന്ത്യയിൽ പിന്നീട് എന്താണ് ഈ സുൽത്താൻമാരുടെ ഭരണം അല്ലെങ്കിൽ സുൽത്താൻ പീരീഡ് ഒക്കെ വരുന്നത്. ഇനി അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്ത്? ആദ്യമായിട്ട് രജപുത്ത് കിങ്ഡംസിനെ പരിചയപ്പെടാം. എന്തൊക്കെയാണ്? ചൗഹാനാണ് ഒന്നാമത്തെ. എന്താണ്? ചൗഹാനാണ്. ചൗഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? ഡൽഹിയിലാണ് അല്ലേ? ഡൽഹി ക്യാപിറ്റലായി ഭരിച്ചിരുന്ന ചൗഹാന്റെ ഫൗണ്ടർ ആയിരുന്നു വസുദേവ. എന്താണ്? വസുദേവ എന്നുള്ളതാണ്. രണ്ടാമത്തെ രജപുത്ത് കിങ്സ് ആണ് അല്ലെങ്കിൽ കിങ്ഡംസുകളാണ് എന്ത്? പ്രതിഹാര എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയും പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. എന്താണ് പ്രതിഹാര എന്ന് പറയുന്നത്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ആയിരുന്നു അവന്തി അല്ലെങ്കിൽ കനോജ് എന്ന് പറയുന്നത്. ഈ കനോജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് എന്ത്? കനോജ്. പിന്നെ നഗപതി എന്ന് പറഞ്ഞിട്ടുള്ള നഗപതി 1 ആണ് ഇവിടെ ഈ ഒരു പ്രതിഹാര എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ഡത്തിന്റെ ഫൗണ്ടർ. ഇനി പവാർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു രജപുത്ത് കിങ്ഡം ഉണ്ടായിരുന്നു. അവരുടെ കേന്ദ്രം അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിരുന്നു ഉജ്ജയിൻ അല്ലെങ്കിൽ ദാർ എന്ന് പറയുന്നത്. അവരുടെ ശ്രീഹർഷിയാണ് അല്ലേ? ശ്രീഹർഷിയാണ് എന്ത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ എന്ത് ഫൗണ്ട് ചെയ്യിക്കുന്നത്? പവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രജപുത്ത് കിങ്ഡം ഫൗണ്ട് ചെയ്യിക്കുന്നത്. പിന്നെ ചാലുക്യ കിങ്ഡം ഉണ്ട്. ചാലുക്യ കിങ്ഡത്തിന്റെ അനിഹൽവാദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപിറ്റൽ ആണുള്ളത്. അവരെ ഫൗണ്ടർ ആണ് മുളർ രാജ 1 എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രകൂടാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു രജപുത്ത് കിങ്ഡം ആണ്. ഈ രജപുത്ത് കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ ആണെന്ത്? മലഹന്ത് ആൻഡ് മന്യഗന്ധ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇവരുടെ ഫൗണ്ടർ ആണ് ദാന്തി വർമ്മ 2 അല്ലെങ്കിൽ ദാന്തി ദർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. ഇനി
ചന്ദേല എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള രജപുത് കിങ്ഡം ഉണ്ട്. അതിൻ്റെ മഹൂബ അല്ലെങ്കിൽ കാലഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റലാണ് അവയ്ക്കുള്ളത്. നാനക് കണ്ടാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് ഫൗണ്ടറാണ് അല്ലെങ്കിൽ ഒരു രാജാവാണ് എന്ത് ഫൗണ്ട് ചെയ്യുന്നത്, ഈ ചന്ദാല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രജപുത് കിങ്ഡം ഫൗണ്ട് ചെയ്യുന്നത്. പിന്നെ കൽച്ചൂരി, പിന്നെ എന്താണ് ഗദവാല്, താമർ, ഗുഹിലോട്ട, മേവാർ എന്ന് പറഞ്ഞിട്ടുള്ള രജപുത് കിങ് അല്ലെങ്കിൽ കിങ്ഡം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, മേവാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. മേവാറിൻ്റെ എന്താണ് ക്യാപിറ്റൽ എന്താണ്, ചിറ്റോറാണ്. ചിറ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റലാണ് എന്ത്, മേവാറിൻ്റെത്. അത് ആരാണ്, ബാപ്പ റവാൽ ആൻഡ് ഹമീർ വണ്ണാണ് ഈ ഒരു എന്താണ് മേവാർ എന്ന് പറഞ്ഞിട്ടുള്ള രജപുത് കിങ്ഡം എന്താ ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ശരിക്കും നമ്മൾ എന്താണ്, നമ്മൾ രജപുതൻ കിങ്ഡംസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് നോർത്ത് ഇന്ത്യയിലേക്ക് കടക്കുകയാണ്. രജപുത് കിങ്ഡത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കിങ്ഡങ്ങൾ തമ്മിലുള്ള ഒരു ത്രികക്ഷി സ്ട്രഗിൾ ഉണ്ട്. ത്രികക്ഷി സ്ട്രഗിൾ അതിനെയാണ് അല്ലെങ്കിൽ ത്രിപരിത്തേറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, പ്രധാനമായിട്ടും ഒരു 8ാം നൂറ്റാണ്ടോടെ എന്താണ് വരുന്നത്, ഒരു ടുവേർഡ്സ് ദ ക്ലോസ് ഓഫ് ദ 8th century AD there were 3 great power in India. അപ്പോൾ എന്താണ് ഈ ഒരു കാലഘട്ടം 8ാം നൂറ്റാണ്ടോടെ എന്ത് വരുന്നു, ഇന്ത്യയിൽ പ്രധാനമായിട്ട് 3 പ്രധാന ശക്തികൾ ഉയർന്നു വരുന്നു. അവയാണ് പാലാസ് എവിടെയാണ്, ഈസ്റ്റിലാണ്, ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിലാണ് ആര് വരുന്നത്, പാലാസ് വരുന്നത്. പിന്നെ ഗുജറാത്തിൽ വരുന്ന പ്രതിഹാര എന്ന് പറഞ്ഞത് അല്ലേ, പാർത്തിഹാര എന്ന് പറഞ്ഞിട്ടുള്ള നോർത്തിൽ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കിങ്ഡം വരുന്നു. നോർത്തിൽ എന്താണ് രാഷ്ട്രകൂട എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ഡം വരുന്നു. അപ്പോൾ എന്താണ്, ആദ്യം ഈസ്റ്റിൽ പാലാസ്, ഗുജറാത്തിൽ പാർത്തിഹാരാസ് ഉണ്ട്. നോർത്തേൺ സ്റ്റേഡിലാവുമ്പോൾ രാഷ്ട്രകൂടാസ് എവിടെയാണ് വരുന്നത്, ഡെക്കാനിലാണ് രാഷ്ട്രകൂടാസ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, പാലാസ് എവിടെയാണ്, ഈസ്റ്റിലാണ് പാലാസ് വരുന്നത്. ഗുജറാത്ത് ഏരിയയിലാണ് അല്ലെങ്കിൽ നോർത്ത് ഏരിയയിലാണ് എന്ത് വരുന്നത്, പ്രതിഹാരാസ് വരുന്നത്. രാഷ്ട്രകൂടാസ് വരുന്നത് ഡെക്കാനിലാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രബലമായിട്ട് 3 പ്രധാനപ്പെട്ടിട്ടുള്ള കിങ്ഡംസുകൾ ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരികയും ഇവർ തമ്മിൽ ഒരു ത്രികക്ഷി സ്ട്രഗിൾ വരികയാണ്. അത് ത്രിപക്ഷ സ്ട്രഗിൾ വരികയാണ്. ഇവർ തമ്മിൽ എന്താണ്, ഒരു യുദ്ധം പോലെ അല്ലെങ്കിൽ ഭയങ്കര തരത്തിലുള്ള ശത്രുത വരികയാണ്. എന്തിനായിരുന്നു ഈ ശത്രുത ഉണ്ടായിരുന്നത്, കനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എന്ന് പറയുക ഒരു നല്ലൊരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രദേശമുണ്ട്, കനോജ് എന്ന് പറഞ്ഞാൽ അന്നത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഈ ഒരു കനോജ്. അപ്പോൾ ഈ ഒരു കനോജ് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവ തമ്മിൽ ഭയങ്കര തരത്തിലുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതാണ് ഈ ത്രികക്ഷി അല്ലെങ്കിൽ ത്രിപക്തി സ്ട്രഗിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ ആ ഒരു 3 ഡൈനാസ്റ്റികളെയും അല്ലെങ്കിൽ ആ ഒരു 3 കിങ്ഡത്തെയുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നോക്കുമ്പോൾ അത് പാലാസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പാലാസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പാലാസ് എവിടെയാണ്, ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്താണ് എവിടെ വന്നിരുന്നത്, ആര് വന്നിരുന്നത്, പാലാസുകൾ വന്നിരുന്നത്. ഏത് കാലഘട്ടത്താണ്, ഏകദേശം 1150 കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്, പാലാസ് എവിടെ വരുന്നു, ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ അവർ ഫൗണ്ട് ചെയ്തത് 750 തൊട്ട് 1750 വരെയുള്ള കാലഘട്ടത്താണ് ഇന്ത്യയിൽ രാജ്യം ഭരിച്ചിരുന്നത്. ആരായിരുന്നു ഈ ഒരു രാജ്യം ഭരിച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഫൗണ്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കോർ ഫാക്ടർ ആരായിരുന്നു, ഗോപാല എന്ന് പറഞ്ഞിട്ടുള്ള കിങ് ആയിരുന്നു. ഈ ഒരു പാല എംപയർ 750 AD രൂപീകൃതമായിട്ടുള്ള ഈ പാല എംപയർ രൂപീകരിച്ചത് ആരായിരുന്നു, ഗോപാല. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ്, ഗോപാലയാണ് പാല ഡൈനാസ്റ്റി രൂപീകരിച്ചത് എന്ന് 750 AD. ഇനി ഇതിൻ്റെ ക്യാപിറ്റൽ എന്താണ്, മുടഗിരി അല്ലെങ്കിൽ മുൻഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഏത്, ബീഹാറിലെ ഒരു പ്രദേശമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട
ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് മുൻഗർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ സണ്ണാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനാണ് ആര്? ധർമ്മപാല എന്ന് പറയുന്നത്. അപ്പൊ ഗോപാൽ അല്ലെങ്കിൽ ഗോപാല ആണ് അതിന്റെ ഫൗണ്ടർ എങ്കിൽ അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് ധർമ്മപാല എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്നു. അദ്ദേഹത്തിന്റെ പോലെ തന്നെ ആ ഒരു പാലാ രാഷ്ട്രം നല്ല രീതിയിൽ ഭരിക്കാൻ ആർക്ക് കഴിഞ്ഞിരുന്നു? ഈ ഒരു ഗോപാല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സക്സസർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ധർമ്മപാല റിവീവൽഡ് നലന്ദ യൂണിവേഴ്സിറ്റിയെ റിവീവൽ പുനരുജ്ജീവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, എന്താണ് നലന്ദ യൂണിവേഴ്സിറ്റി? അപ്പോൾ നിങ്ങൾ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണല്ലേ, സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നലന്ദ യൂണിവേഴ്സിറ്റി അറിയാതെ നിങ്ങൾ SSCക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണോ എന്ന് ഞാൻ ചോദിക്കുക. എന്താണ്? നലന്ദ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി. എവിടെയാണ് അത്? ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ബീഹാറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നലന്ദ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു നലന്ദ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടി എന്ത് ചെയ്യണം, റിവീവ്ഡ് ആക്കണം, കുറച്ചുകൂടി നല്ല രീതിയിൽ. ഗുപ്ത കാലഘട്ടത്താണ് നലന്ദ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. എന്നാൽ അതിനെ കുറച്ചുകൂടി മോഡ് പിടിപ്പിച്ചത് ആരായിരുന്നു? ധർമ്മപാല എന്ന് പറഞ്ഞിട്ടുള്ള പാല കിങ്ഡത്തിന്റെ ഒരു സക്സസർ ആയിരുന്നു. ഇനി ഹി ഫൗണ്ടഡ് ദ വിക്രവംശില യൂണിവേഴ്സിറ്റി. വിക്രവംശില എന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയും ആര് ഉണ്ടാക്കി അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തു? ഈ ധർമ്മപാല ഫൗണ്ട് ചെയ്തു. ഇതിൽ നളന്ദ യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതൊരു ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഗ്രന്ഥങ്ങളായിരുന്നു എന്തിലുണ്ടായിരുന്നത്? ഈ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരും എവിടെ പഠിക്കാൻ വന്നിരുന്നു? നളന്ദ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വന്നിരുന്നു. അതിലുള്ള പ്രധാനപ്പെട്ട ആളാണ് ഹുവാങ്സാൻ, ഞാൻ ഫാഹിയാൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് നളന്ദ യൂണിവേഴ്സിറ്റി ഇല്ല, അത് നശിച്ചു പോയിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് ഹിസ്റ്ററിയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി ആൻഡ് ഹി ഫൗണ്ട് വിക്രമശില യൂണിവേഴ്സിറ്റി ആരാണ് ഉണ്ടാക്കിയത്? നമ്മുടെ ഈ ധർമ്മപാലയാണ് ഉണ്ടാക്കിയത്. ഒരിക്കലും നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ധർമ്മപാല അല്ല, അത് ഗുപ്ത കാലഘട്ടത്താണ് നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനെ റിവീവ്ഡ് ആക്കുന്ന, അല്ലെ, ഒരു പുനരുജ്ജീവിപ്പിക്കുന്ന ആരാണ്? നമ്മുടെ ധർമ്മപാലയാണ്. ദ പാല ഡൈനാസ്റ്റി വാസ് സക്സസ്ഡ് ബൈ ദ സേന ഡൈനാസ്റ്റി ഓഫ് ബംഗാൾ. അപ്പൊ എന്താണ് സേന ഡൈനാസ്റ്റി? ബംഗാളിൽ ഒരു സേന ഡൈനാസ്റ്റി ഉണ്ട്. ആ സേന ഡൈനാസ്റ്റി പിന്നീട് ആരെ ഇതാക്കുന്നു, അല്ലെങ്കിൽ ആരെ തകിടം മറിക്കുന്നു, അല്ലെങ്കിൽ ആരെ ആക്രമിക്കുന്നു? നമ്മുടെ പാല ഡൈനാസ്റ്റി ആക്രമിക്കുകയും പിന്നീട് അത് എന്തായിട്ട് മാറുന്നു? സേന ഡൈനാസ്റ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാല ഡൈനാസ്റ്റി അവിടെ തീരുകയാണ്, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുകയാണ്. അപ്പോൾ 750 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പാല ഡൈനാസ്റ്റി പിന്നീട് സേന ഡൈനാസ്റ്റിയുടെ ആക്രമണത്തിൽ തകർന്നു പോവുകയാണ്. ഇനി ഇവിടെ പ്രതിഹാരാസ്, അപ്പൊ ത്രികക്ഷി അല്ലെങ്കിൽ ത്രിപക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്തുണ്ട് ശക്തികള്, ആ ശക്തികളുടെ രണ്ടാമത്തെ ശക്തിയാണ് പ്രതിഹാരാസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ പഠിച്ചു പ്രതിഹാരാസ്. പ്രതിഹാരാസ് ഇവർ ഏത് കാലഘട്ടത്താണ്? AD 730 to 1136 കാലഘട്ടത്താണ് ആര് വരുന്നത്? പ്രതിഹാരാസ് വരുന്നത്. ഇവിടെ പ്രതിഹാരാസ് ആർ ഓൾസോ കാൾഡ് ഗുജറാത്ത് പ്രതിഹാരാസ് എന്ന് പറയുന്നു. ഇവർ ഗുജറാത്ത് സൈഡിൽ നിന്നാണ്, അല്ലെ, ഇന്ത്യയുടെ നോർത്ത് സൈഡിൽ നിന്നാണ് പ്രതിഹാരാസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ മറ്റൊരു പേരാണ് ഗുജറാത്ത് പ്രതിഹാരാസ് എന്ന് ഇവരെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഗുജറാത്തിലെ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് രാജസ്ഥാനിലും കൂടിയുള്ള ആൾക്കാരാണ് ഇവരെ ഈ ഒരു പ്രതിഹാരാസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് റൂളർ എന്ന് പറയുന്നത് മിഹിർ ബോജ അല്ലെങ്കിൽ മിഹിർ ബോജ എന്ന് പറഞ്ഞിട്ടുള്ള റൂളറാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭരണാധികാരി. അപ്പോൾ AD 836 to 882 വരെയുള്ള കാലഘട്ടത്താണ് മിഹിർ ബോജ എന്ന് പറഞ്ഞിട്ടുള്ള റൂളർ അവിടെ ഈ ഒരു പ്രതിഹാര ഡൈനാസ്റ്റിയിൽ റൂൾ ചെയ്തിരുന്നത്. അതൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള വലിയൊരു റൂളർ ആയിരുന്നു. ഹി വാസ് എ ഡിവോട്ടി ഓഫ് വിഷ്ണു ആൻഡ് അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഓഫ് ആദിവർഹ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, ആരാണ് ആദിവർഹ എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ സ്വീകരിച്ച പ്രതിഹാര രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി എന്ന് ചോദിച്ചാൽ ആരാണത്? അതാണ് ബോജ അല്ലെങ്കിൽ മിഹിർ ബോജ എന്ന് പറഞ്ഞിട്ടുള്ള റൂളർ. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ ഇവിടെ എന്താണ് ഡിവോട്ടി ഓഫ് വിഷ്ണു. ഈ ഒരു രാജാവ് വിഷ്ണുവിന്റെ
അല്ലേ? വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദു മതത്തിലെ ഒരു ദൈവമാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു ആരാധകരായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ടൈറ്റിൽ ഒരു ടൈറ്റിൽ സ്ഥാനപ്പേര് സ്വീകരിക്കുന്നുണ്ട്. അതാണ് ആദിവർഹ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഭോജ രാജാവാണ് ആദിവർഹ എന്ന് പറഞ്ഞുള്ള സ്ഥാനപ്പേര് സ്വീകരിച്ചത്. എന്താണ്? അദ്ദേഹം വിഷ്ണുവിൻ്റെ ഒരു ആരാധകനായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഭക്തി പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ടാവാം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡിവോട്ടി വിഷ്ണുവിനോട് ഭയങ്കര ഡിവോട്ടി ആയിട്ടും അല്ലെങ്കിൽ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു എന്തായിട്ട് മാറിയത്, ഒരു നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസിയായിട്ട് മാറിയത്. ഇനി രാഷ്ട്രകൂടാസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ത്രിപക്ഷിയിലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ആൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതിഹാരാസിനെയും പാലാസിനെയും പഠിച്ച പോലെ രാഷ്ട്രകൂടാസ് മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള അവർ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളറാണ് ഈ ഒരു മിഡീവൽ ഇന്ത്യയിൽ പറയുമ്പോൾ. ഇവിടെ 752 973 കാലഘട്ടത്താണ്, AD കാലഘട്ടത്താണ് ഇവർ ഭരണം നടത്തിയത്. ഏകദേശം ഇവരെല്ലാം സമകാലികരാണ്. ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ സമകാല കാലഘട്ടമാണ് അല്ലേ? എല്ലാവരും ഒരേ കാലഘട്ടത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിൽ എപ്പോഴും പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് മാൽക്കന്ദ് അല്ലെങ്കിൽ മാൽക്കരുഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവരുടെ ഇവരുടെ ക്യാപിറ്റൽ എവിടെയാണ്? കർണാടകയിലാണ് ഇവരുടെ ക്യാപിറ്റൽ നിലനിൽക്കുന്നത്. പിന്നെ ഈ ഒരു കിങ്ഡം ഒരു ഗ്രേറ്റസ്റ്റ് കിങ്ഡം, ഗ്രേറ്റസ്റ്റ് രാഷ്ട്രകൂടാസ് റൂളർ വർ ഗോവിന്ദ III. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള റൂളർ ആരാണ്? ഗോവിന്ദ അല്ലേ? ഗോവിന്ദ മൂന്നാമനാണ് ഈ ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രകൂടയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള റൂളർ എന്ന് പറയുന്നത്. ആൻഡ് അമോഘവർണ്ണ അല്ലെങ്കിൽ അമോഘവർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റൂളർ കൂടിയുണ്ട്. അമോഘവർഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂളർ. ഒന്നാമത്തെ റൂളർ ഗോവിന്ദ ആണ്, രണ്ടാമത്തെ അമോഘവർഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂളർ കൂടിയുണ്ട്. ഇനി ഇവിടെ അമോഘവർണ്ണ എന്നുണ്ട്, അമോഘവർഷ എന്നും അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്. ഇവിടെ അമോഘവർഷ റൂൾ ഫോർ 64 years. He was himself an author and wrote കവിരാജമർഘ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ അമോഘവർഷ അല്ലെങ്കിൽ അമോഘവർഹ എന്ന് പറഞ്ഞിട്ടുള്ള റൂളർ ഈ ഒരു രാഷ്ട്രകൂടയിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു റൂളറാണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സെൽഫിൽ തന്നെ അദ്ദേഹത്തെ ഒരു കവിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് കാവ്യ സമാഹാരങ്ങൾ എഴുതിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? കവിരാജമർഘ എന്ന് പറയുന്നിട്ടുള്ളത്. ദ ഏർലിയസ്റ്റ് കർണാടക ബുക്ക് ഓഫ് പോയറ്റ്സുകൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്താണ് അല്ലെങ്കിൽ ഇതാണ് ഏർലിയസ്റ്റ് കർണാടക ബുക്ക് ഓഫ് പോയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് എന്ത്? കവിരാജമർഘ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതാ സമാഹാരം എഴുതിയത് എന്ന് പറയുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഒരു ഓഥറായിട്ടാണ് കാണുന്നത്. ഓക്കെ, അദ്ദേഹം കുറച്ച് SP ആയിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്ക് കന്നഡയിലുള്ള ഒരു കന്നഡ ബുക്ക് ഓഫ് പോയിറ്റ്സ് ആണ് അത് കാണുന്നത്. ഇനി ദ ഫേമസ് റോക്ക് കട്ട് ടെമ്പിൾസ് ഓഫ് കൈലാസ് അറ്റ് എല്ലോറ വാസ് ബിൽഡ് ബൈ വൺ ഓഫ് ദ രാഷ്ട്രകൂട കിങ് ഓഫ് കൃഷ്ണവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൂറൊക്കെ പോകുന്ന ആൾക്കാരാണല്ലേ? അപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇനിയിപ്പോൾ നിങ്ങൾ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഡെസ്റ്റിനേഷനാണ് കർണാടകയിലെ എല്ലോറോ കേവ്സ് അല്ലെങ്കിൽ കൈലാസ്. എല്ലോറോ എന്ന് പറഞ്ഞിട്ടുള്ള കൈലാസ് ശിവന്റെ ഒരു ഒരു അമ്പലമാണ് എന്ത്? ഈ എല്ലോറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലോറോ ടെമ്പിൾ നിർമ്മിച്ചത് കൃഷ്ണവൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രാഷ്ട്രകൂടയിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു. അപ്പോൾ ഈ എല്ലോറോ ഇതൊരു കേവും കൂടിയാണ്. അത് എല്ലോറോ കേവിലെ കൈലാസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇവിടെ കവിരാജമർഘ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിറ്റിക് വർക്ക് ഉണ്ട്. അത് എഴുതിയത് ആരാന്ന് പറഞ്ഞാൽ അമോഘവർഷ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാഷ്ട്രകൂടയിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു കിങ് ആണ്. ഇനി ഈ രാഷ്ട്രകൂടൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കിങ് ആണ് എന്ത്? കിങ് കൃഷ്ണവൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃഷ്ണ ഒന്നാമൻ. ഈ കൃഷ്ണ ഒന്നാമനാണ് എന്ത്? എല്ലോറയിൽ ഒരു ശിവ ടെമ്പിൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് അതൊരു റോക്കറ്റ് ടെമ്പിളാണ്. ഒരു റോക്കറ്റ് ടെമ്പിളാണ് എന്ത്? എല്ലോറയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ശിവ ടെമ്പിൾ അല്ലെങ്കിൽ കൈലാസ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗുഹയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല്. അപ്പോൾ കല്ല് കൊത്തിയിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗുഹകളിലൊക്കെ എന്ത് ചെയ്യുക? ടെമ്പിൾസുകൾ
ഉണ്ടാക്കും. അപ്പോൾ ഈ കേരളത്തിലൊക്കെ എന്ത് ചെയ്യുക, കേരളത്തിലൊക്കെ എന്തുണ്ട്, ഈ റോക്കറ്റ് ടെമ്പിൾസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റ് പ്രധാനപ്പെട്ടിട്ടുള്ള രജപുത് റൂളേഴ്സിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് പൃഥ്വിരാജ് ചൗഹാനെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ്റെ കുറിച്ചിട്ടും ചൗഹാൻ രാജവംശത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഡൽഹി ആഗ്ര ആസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു രാജവംശം നിലനിന്നിരുന്നത്. കൂടാതെ തന്നെ അദ്ദേഹം പ്രധാനമായിട്ട് 2 ബാറ്റിൽസാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത് തറൈൻ വാഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് തറൈൻ വാഴ്സും സെക്കൻഡ് തറൈൻ വാഴ്സുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ ആൻഡ് മുഹമ്മദ് ഗോയിയാണ് ഈ ഒരു തറൈൻ വാഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു തറൈൻ യുദ്ധം എന്ന് പറയുന്നത്. സുൽത്താനേറ്റ് പീരീഡിൻ്റെ ആദ്യം രംഗമായിരുന്നു രണ്ടാം തറൈൻ യുദ്ധം എന്ന് പറയുന്നത്. ഇവിടെ മുഹമ്മദ് ഗോരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരിയായിരുന്നു സുൽത്താനേറ്റിലെ മുഹമ്മദ് ഗോരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് കഥയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യമുണ്ട്. എന്താണ്, നമ്മുടെ മധ്യേഷ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഗസ്നിയാവിദ് എന്ന് പറയുന്നത്. അപ്പോൾ ഗസ്നിയാവിദ് പിന്നീട് എന്തായിട്ട് മാറി, അവ പലതരത്തിലുള്ള രാജ്യങ്ങളായിട്ട് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളായിട്ട് അവ തകർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഗോറികളുടെ നേതൃത്വത്തിൽ ഗോറികളുടെ ഒരു സാമ്രാജ്യം വരികയും ഗോറിയത്ത് സാമ്രാജ്യം വരികയും ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു നേതാവാണ് മുഹമ്മദ് ഗോരി. ഈ ഒരു ഗസ്നിയാവിദ് രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യം ഇന്ത്യയുടെ പല ഭാഗങ്ങളും കൈയടക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് ഗോരിയും എങ്ങോട്ട് വരികയാണ്, ഇന്ത്യയിലേക്ക് വരികയും രജപുത് രാജാവിനോട് ഒരു സമാധാന സന്ധിയിലൂടെ തങ്ങളുടെ അധികാരത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളെ യുദ്ധമില്ലാതെ നിങ്ങളെ സംരക്ഷിക്കാമെന്ന രീതിയിൽ മുഹമ്മദ് ഗോരി അഭിപ്രായപ്പെടുകയുണ്ടായി. എന്നാൽ ഈ ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഈ മുഹമ്മദ് ഗോരി പറഞ്ഞതിനെ നിരസിക്കുകയും ഗോരിയുടെ ആ ഒരു ആധിപത്യത്തെ അവർ നിരസിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ബാറ്റിൽ ഓഫ് തറൈൻ വരുന്നത്. ഈ തറൈൻ വാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കാലഘട്ടത്ത് ഈ ഒരു ചൗഹാൻ അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ രജപുത് കിങ്ഡംസുകളൊക്കെ പലതരത്തിലുള്ള പ്രവിശ്യകളായിട്ട് ഭയങ്കര രാജ്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഛിന്ന ഭിന്നമായി കടന്നിട്ടുള്ള ആൾക്കാരായിരുന്നു, ശത്രുക്കളായിരുന്നു. അപ്പോൾ ആദ്യത്തെ തറൈൻ വാറിൽ അവരുടെ കോമൺ എനിമി ആയിട്ടുള്ള മുഹമ്മദ് ഗോരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോരിയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രജപുത് രാജ്യങ്ങളും ഒരുമിച്ച് നിന്നു. എന്നാൽ രണ്ടാം തറൈൻ യുദ്ധത്തിൽ എന്ത് പറ്റി, അവർ അങ്ങനെ ഒരുമിച്ച് നിൽക്കാതെ ആവുകയും മുഹമ്മദ് ഗോരി എന്ത് ചെയ്യുന്നു, പൃഥ്വിരാജ് ചൗഹാനെ എന്ത് ചെയ്യാണ്, അവരെ പരാജയപ്പെടുത്തുകയും അവൻ ഇന്ത്യയിലേക്ക് സുൽത്താനേറ്റ് ഭരണത്തിലേക്ക് അല്ലെങ്കിൽ സുൽത്താനേറ്റ് പീരീഡിൻ്റെ ആരംഭം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ ആണ് മുഹമ്മദ് ഗോരി ജയിക്കുന്നതും അങ്ങനെ പൃഥ്വിരാജ് ചൗഹാന്റെ ആധിപത്യം അല്ലെങ്കിൽ ഈ രജപുതിൻ്റെ ആധിപത്യം നോർത്ത് ഇന്ത്യയിൽ നിന്നും പോകാൻ കാരണമാകുകയും ചെയ്യുന്നത്. അങ്ങനെ ഡൽഹി ആര് പിടിച്ചെടുക്കുന്നു, നമ്മുടെ മുഹമ്മദ് ഗോരി പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി the Battle of Tarain had great significance in the political scene as it led to the establishment of Muslim rule over North India and subsequently എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു രാജാവായിട്ട് അല്ലെങ്കിൽ രാജ്യമായിട്ട് പിന്നീട് സാമ്രാജ്യമായിട്ട് എന്ത് പറഞ്ഞു, സുൽത്താൻ പീരീഡ് മാറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള യുദ്ധം എന്തായിരുന്നു, ബാറ്റിൽ ഓഫ് തറൈൻ. അപ്പോൾ ഒന്നാം ബാറ്റിൽ ഓഫ് തറൈനും രണ്ടാം ബാറ്റിൽ ഓഫ് തറൈനും ഇന്ത്യയുടെ മുസ്ലിം റൂളിൻ്റെ ആരംഭഘട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി രാജാ കുംഭ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള റൂളർ മേവാറിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പൃഥ്വിരാജ് ചൗഹാനെ പറഞ്ഞ് മറ്റൊരു റൂളറാണ് റാണ കുംഭ എന്ന് പറഞ്ഞത്. ഇദ്ദേഹം മേവാറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അദ്ദേഹം മേവാറിലെ തന്നെ ഏറ്റവും ഫേമസ് റൂളറായിരുന്നു. ഹി ഡിഫീറ്റഡ് മുഹമ്മദ് ഖിൽജി ആൻഡ് ഇറക്റ്റഡ് ദ ടവർ ഓഫ് വിക്ടറി. അപ്പോൾ അദ്ദേഹം ഖിൽജിയെ മുഹമ്മദ് ഖിൽജി എന്ത് ചെയ്യുന്നു, ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സക്സസറാണ് റാണ സംഗ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ റാണ സംഗ. നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും, റാണ സംഗയെ കേട്ടിട്ടുണ്ടാവും. ഈ റാണ സംഗയാണ് അദ്ദേഹത്തിൻ്റെ സക്സസർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു മേവാറിൽ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു റൂളറായിരുന്നു റാണ സംഗ എന്ന് പറയുന്നത്. ഇനി രജപുത് കിങ്ഡംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ കൺട്രി റിമെയിൻസ് എ ഫ്രീ ഇൻ ഇൻവെഷൻസ് ബട്ട് ലോസ് ഫോറിൻ കോണ്ടാക്ട്സ്
ദ കാസ്റ്റ് സിസ്റ്റം വാസ് റീച്ച്ഡ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്ത് രജപുത്ത് സൈന്യത്തിലെ അല്ലെങ്കിൽ രജപുത്ത് രാജ്യങ്ങളിൽ എന്തുണ്ടായിരുന്നു? കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. കാസ്റ്റ് സിസ്റ്റം ബ്രിഡ്ജഡ് ആയിരുന്നു, കുറച്ചുകൂടി എന്താണ് ശക്തമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരുന്നു എന്ത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവർ ഈ ഒരു രജപുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്ഷത്രിയ വാരിയേഴ്സ് ആയിരുന്നു. ആരാണ്? സേനാനികളോ അല്ലെങ്കിൽ സേനാപതികളൊക്കെ ആയിരുന്നു, ക്ഷത്രിയ സേനാപതികളായിരുന്നു ഈ രജപുത്ത് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ എന്താണ് അവർ കുറേ ടെമ്പിൾസുകൾ ബിൽഡ് ചെയ്തിരുന്നു, കുറേ അമ്പലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പല റോക്കറ്റ് ടെമ്പിൾസുകളൊക്കെ ബിൽഡ് ചെയ്തിരുന്നു. ആര്? നമ്മുടെ ഈ രജപുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് കോസ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് രജപുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് രജപുത്ത് ഡിക്ലൈൻ ചെയ്തത് അല്ലെങ്കിൽ തകരാൻ കാരണമായത് എന്നാണ്. ഒന്ന് എന്താണ് ലാക്ക് ഓഫ് യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അപ്പോൾ രണ്ടാം തറയൻ യുദ്ധത്തിലായപ്പോഴേക്കും എന്താണ് രജപുത്തിലെ പല രാജാക്കന്മാരും എന്ത് ആക്കിയിട്ടില്ല, പൃഥ്വിരാജ് ചൗഹാന്റെ ഒപ്പം നിൽക്കാതെ പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ തമ്മിലൊരു യൂണിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും തറയൻ വാറിൽ ആര് ജയിക്കില്ലായിരുന്നു? നമ്മുടെ ഗോറി ജയിക്കില്ലായിരുന്നു. പിന്നെ എന്താണ് ഇവിടെ കാസ്റ്റ് സിസ്റ്റം നല്ല രീതിയിലേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എന്താണ് അത് തകരാൻ കാരണമായി എന്ന് പറയുന്നത്. മിലിറ്ററി ഓർഗനൈസേഷൻ വാസ് സം ഓഫ് ദ കേസ് ഫോർ ദ ഡൗൺഫാൾ ഓഫ് ദ രജപുത്സ്. എന്താണ് ഡിഫക്റ്റീവ് മിലിറ്ററി ഓർഗനൈസേഷൻ കേട്ടോ. എന്താണ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള മിലിറ്ററി ഓർഗനൈസേഷനും എന്തിന് കാരണമായി എന്ന് പറയുന്നു? ഈ ഒരു രജപുത് കിങ്ഡം തകരാൻ കാരണമായി എന്ന് പറയുന്നു. ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യ കഴിഞ്ഞല്ലേ, നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പ്രധാനമായിട്ടും 3 കിങ്ഡംസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ആൻഡ് അതിൽ എന്താണ് നമ്മുടെ രജപുത് കിങ്ഡമാണ് അതിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. ലാസ്റ്റ് നമ്മൾ പൃഥ്വിരാജ് ചൗഹാനെ കൂടാതെ തന്നെ എന്തുകൊണ്ടാണ് ഈ രജപുത് കിങ്ഡം തകരാൻ കാരണമായത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് കടക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ചോളാസ് എന്ന് പറയുന്നത് അല്ലേ. ചോള, ചേര, പാണ്ഡ്യ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 3 കിങ്ഡംസുകളാണ് എവിടെ ഉണ്ടായിരുന്നത്? സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ചോളാസിനെ കുറിച്ചിട്ടാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ചോള എംപയറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഒരു 1279 AD ചോള ഡൈനാസ്റ്റി അവിടെ സൗത്ത് ഇന്ത്യയിൽ ഉള്ളത്. ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ രജപുത് കിങ്ഡം, ആ രജപുത് കിങ്ഡത്തിന്റെ സമകാലികർ തന്നെയായിരുന്നു ചോള ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഇവിടെ തഞ്ചാവൂരാണ് ചോള ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ. ഗംഗൈകൊണ്ട ചോളപുരം എന്നുകൂടി ഈ ഒരു ക്യാപിറ്റലിനെ വിളിക്കുന്നു. എന്താണ് തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ ഗംഗൈകൊണ്ട ചോളപുരം എന്നും നമുക്ക് വിളിക്കാം. ദ ഫൗണ്ടർ ഓഫ് ദ ചോള ഡൈനാസ്റ്റി ഈസ് വിജയരായ അല്ലെങ്കിൽ വിജയരായ എന്നും ആരെ വിളിക്കുന്നുണ്ട്? ഈ ഒരു ചോള ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഈ തഞ്ചാവൂർ അദ്ദേഹം എന്ത് ചെയ്യുന്നു? വാറിലൂടെ ക്യാപ്ചർ ചെയ്യുകയും അദ്ദേഹം പല്ലവാസിൽ നിന്നും എന്താണ് അദ്ദേഹം ക്യാപ്ചർ ചെയ്യുന്നു? ഈ ഒരു തഞ്ചാവൂർ ക്യാപ്ചർ ചെയ്യാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ തന്നെ ഏറ്റവും ഗ്രേറ്റർ റൂളർ ആയിരുന്നുണ്ട് രാജരാജ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ രാജരാജ ചോളൻ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമിഴ് പാട്ടൊക്കെ ഉണ്ട്. അതന്നെയാണ് ഇവിടെ ചോളയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു രാജാവായിരുന്നു. അതാണ് രാജരാജ എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് സൺ രാജേന്ദ്ര, എന്താണ് അദ്ദേഹത്തിൻ്റെ മകൻ രാജേന്ദ്ര. അപ്പോൾ ആരാണ് വിജയരായ അല്ലെങ്കിൽ വിജയരായാണ് എന്ത് ഫൗണ്ട് ചെയ്തിരുന്നത്? ചോള ഡൈനാസ്റ്റി. അദ്ദേഹത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ ആ ഒരു ഡൈനാസ്റ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള റൂളറാണ് രാജരാജ. അദ്ദേഹത്തിൻ്റെ സണ്ണാണ് രാജേന്ദ്ര രാജ എന്ന് പറയുന്നത്. ഇനി രാജരാജ ബിൽഡ് വൈഹദേശ്വർ രാജരാജേശ്വർ ടെമ്പിൾ. അപ്പോൾ അദ്ദേഹമാണ് വരിഹരദേശ്വർ അല്ലെങ്കിൽ രാജരാജേശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള തഞ്ചാവൂരിലെ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോള ഡൈനാസ്റ്റി കാലഘട്ടത്തിൽ കുറേ തരത്തിലുള്ള ടെമ്പിൾസ് വരുന്നു. അതിന് പ്രത്യേക തരത്തിലുള്ള ആർക്കിടെക്ചർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ PS1 PS2 ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പൊന്നീർ സെൽവം പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിലൊക്കെ ചോള രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ ചോളരുടെ ആർക്കിടെക്ചറിനെ കുറിച്ചും കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി രാജേന്ദ്ര കോൺഗോഡ് ഒറീസ, ബംഗാൾ, ബർമ്മ ആൻഡ് ആൻഡമാൻ. അപ്പോൾ ആൻഡമാനും ബർമ്മയും ബംഗാളൊക്കെ
ആര് കോൺകർ ചെയ്യുന്നു? രാജേന്ദ്ര 1 കോൺകർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പിന്നെയും ഉണ്ട് എന്താണ് നിക്കോബാർ ഐലൻഡ്സുകളും ചോള ഡൈനാസ്റ്റിയുടെ അധീനതയിലാകുന്നു. രാജേന്ദ്ര 1 അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് ഗംഗൈകൊണ്ട ചോളപുരം. അപ്പോൾ ഗംഗൈകൊണ്ട ചോള എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ രാജേന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്തെ അല്ലെ പ്രദേശത്തെയാണ് ഗംഗൈകൊണ്ട ചോളപുരം. എവിടെയാണ് ഗംഗൈകൊണ്ട ചോളപുരം? എന്താണ്? തഞ്ചാവൂർ അല്ലേ. അപ്പോൾ തഞ്ചാവൂരിനെ മറ്റൊരു പേരാണ് എന്ത്? ഗംഗൈകൊണ്ട ചോളപുരം. അതിലെ മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വന്നത്? ഗംഗൈകൊണ്ട ചോള എന്ന് ആരാണ് വിളിക്കുന്നത്? ഈ ഒരു രാജേന്ദ്ര 1നെയാണ് വിളിക്കുന്നത്. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ഒരു സിറ്റി അല്ലെങ്കിൽ തഞ്ചാവൂരിലെ ആ സിറ്റി ബിൽഡ് ചെയ്യിക്കുന്നത്. ആ സിറ്റിയെ വിളിക്കുന്ന പേരാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്നത്. അപ്പോൾ തഞ്ചാവൂർ തന്നെയാണ് എന്ത്? ഗംഗൈകൊണ്ട ചോളപുരം. അത് സിറ്റിയാണ്. ആ സിറ്റി ബിൽഡ് ചെയ്തിച്ചാരാ? ഗംഗൈകൊണ്ട ചോളൻ. അത് ആരാണ് ശരിക്കും? രാജേന്ദ്ര 1 അല്ലെങ്കിൽ രാജേന്ദ്ര 1. The last ruler of Chola dynasty is രാജേന്ദ്ര 3 ആണ്. രാജേന്ദ്ര 3 ഈ ചോള ഡൈനാസ്റ്റിയിലെ തന്നെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നു. ദ കിങ് വാസ് ദ ഹെഡ് ഓഫ് സെൻട്രൽ അതോറിറ്റി. ഇനി മറ്റ് ഫീച്ചേഴ്സുകളാണ്. ഈ ഒരു ചോള ഡൈനാസ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് എന്ത്? ഈ ഒരു ഡൈനാസ്റ്റിയുടെ സെൻറ്റർ അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിൻ്റെയും ഏകാധിപതി ആരായിരിക്കും? രാജാവായിരിക്കും എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സുകളും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവുകളൊക്കെ എവിടെ ഉണ്ടായിരുന്നു? ഈ ഒരു കാലഘട്ടത്തിൽ ചോള ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നു. എന്താണ്? അഡ്മിനിസ്ട്രേഷൻസ് വാസ് ഡെമോക്രാറ്റിക്. അപ്പോൾ എന്താണ്? ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻസുകളായിരുന്നു എവിടെ കണ്ടിരുന്നത്? ചോള ഡൈനാസ്റ്റിയിൽ കണ്ടിരുന്നത് എന്ന് പറയുന്നു. ഇനി പ്രധാനമായിട്ടും ഈ ചോള എംപയറിനെ 3ആയി തരംതിരിക്കുന്നുണ്ട്. അതാണ് മണ്ഡലാസ് അല്ലെങ്കിൽ മണ്ഡലംസ്, എന്താണ് പ്രൊവിൻസ് എന്ന് പറയുന്നു. പിന്നെ എന്താണ്? വളനാടു കമ്മീഷണറി, നാടു ഡിസ്ട്രിക്ട്സ്, പിന്നെ എന്താണ്? കുറം എ ഗ്രൂപ്പ് ഓഫ് വില്ലേജ്. അപ്പോൾ വില്ലേജ്, ഡിസ്ട്രിക്ട്സ്, കമ്മീഷൻ, പ്രൊവിൻസ് എന്ന് പറഞ്ഞിട്ട് അതിലെന്താണ്? മണ്ഡലംസ്, നാഡൂസ്, വളനാഡൂസ്, കുറംസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മണ്ഡലംസ് നമുക്ക് വേദകാലഘട്ടത്തിൽ നമുക്ക് ഈ മണ്ഡലംസിനെ നമുക്ക് കാണാൻ കഴിയും. എന്താ? അറേഞ്ച്മെന്റ്സ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഈസ് റിഗാർഡഡ് ആസ് എ ബേസിക് ഫീച്ചർ ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ചോളാസ്. അപ്പോൾ എന്തുണ്ട്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ, പ്രാദേശിക തലത്തിൽ അവർക്ക് എന്താണ്? ഒരു സെൽഫ് ഗവൺമെന്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് സംവിധാനം പോലെ തന്നെ എവിടെ ചോളയിലും എന്തുണ്ടായിരുന്നു? ഒരു സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ ലെവലിലുള്ള വില്ലേജ് ലെവലിലുള്ള ഒരു സെൽഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ലാൻഡ് റവന്യൂ ഉണ്ടായിരുന്നു. ഈ ലാൻഡ് റവന്യൂടെ എങ്ങോട്ടാണ്, ആർക്കാണ് കൊടുക്കുന്നത്? രാജാവിനായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ആർക്കിടെക്ചർ എന്ന് പറയുന്നു. ആ ഒരു ആർക്കിടെക്ചറിന്റെ പേരാണ് എന്ത്? ദ്രാവിഡ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. എന്താണ്? ദ്രാവിഡ ആർക്കിടെക്ചർ എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ഒരു കാലത്താണ് മറ്റേ ഒരു പ്രധാനപ്പെട്ടത് ശിവ കാൾഡ് നട്രാജ. ഇവിടെ ഒരു അനദർ ആസ്പെക്ട്സ് വാസ് ഇമേജ് മേക്കിംഗ് വിച്ച് റീച്ചിങ് ഇറ്റ്സ് ക്ലൈമാക്സ് ഇൻ ഡാൻസിങ് ഫിഗർ ഓഫ് ശിവ കാൾഡ് നട്രാജ. അപ്പോൾ ഇവിടെ ഇവരുടെ ആർക്കിടെക്ചറുടെ മറ്റൊരു പ്രത്യേകതയാണ് ശിവ കാൾഡ് നട്രാജ. നട്രാജ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശിവന്റെ ഒരു ഡാൻസിങ് ഫിഗറാണ്. ആ ഫിഗറിനൊക്കെ ഇവർ നന്നായിട്ട് എന്ത് ചെയ്യുന്നു? ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആർക്കിടെക്ചറിൽ അവർ എന്ത് ചെയ്തിരുന്നു? ഫിഗറായിട്ട് കണ്ടിരുന്നു എന്ന് പറയുന്നു. പിന്നെ കമ്പാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. രാമവർദ്ധരൻ വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിഗർ ഓഫ് തമിഴ് പോയട്രി. കമ്പാരന who wrote രാമവർദ്ധന വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിഗർ ഓഫ് ദ തമിഴ് പോയട്രി. ഇവിടെ കമ്പാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയുണ്ട്. ആ കൃതി അല്ലെങ്കിൽ എഴുതിയത് ആരാണ്? രാമവർദ്ധനയാണ്. അദ്ദേഹം അദ്ദേഹം ആ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഇന്നും തമിഴ് പോട്രിയുടെ തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മൈൽ സ്റ്റോൺ ആണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ രാമായണത്തെ കമ്പാര രാമായണ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി കമ്പാന, കൂതന ആൻഡ് പെഗലണ്ടി ആർ കൺസിഡേർഡ് ആസ് ദ 3 gems ഓഫ് തമിഴ് പോയട്രി. ഇവിടെ കമ്പാന, കൂതന, പുകലേന്തി പുകലേന്തി എന്നാണ്. ഈ പുകലേന്തിയെ എന്ത് വിളിക്കുന്നു? തമിഴ് കവിതയുടെ ത്രിരത്നങ്ങളായിട്ട് കാണുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ്? കമ്പാന, കൂടന, പുകലേന്തി എന്ന് പറഞ്ഞിട്ടുള്ള 3 തമിഴ് രത്നങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഈ ചോള ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം.
കൂടാതെ തന്നെ ഗോപുരം ആൻഡ് ഗർഭഗൃഹ ആർ ദ അതർ 2 ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ മറ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ, ആർക്കിടെക്ചറിൽ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് ഗോപുര ആൻഡ് ഗർഭഗൃഹ എന്ന് പറയുന്നത്. അപ്പോൾ വിജയനഗര എന്താണ് ഒരു ദ ബെസ്റ്റ് സ്പെസിമെൻസ് ആർ ദി ടെമ്പിൾസ് ഓഫ് വിജയാലയ, ചോളേശ്വര, നാഗേശ്വര ടെമ്പിൾസ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ ടെമ്പിൾസുകളെയാണ് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കുറേ ടെമ്പിൾസുകൾ എവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഈ ഒരു ചോള ഡൈനാസ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റിലേക്ക് കടക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ പലതരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വൂ വൺ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ, ആരാണ് നമ്മുടെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈനിൽ ജയിച്ചത്? പൃഥ്വിരാജ് ചൗഹാൻ അല്ലേ? പൃഥ്വിരാജ് ചൗഹാനാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഇതിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ who wrote കവിരാജ മാർഗ അല്ലെങ്കിൽ കവിരാജമാർഗ എന്ന് പറയുന്നു. അമോഘ വർഷ അല്ലേ? അമോഘ വർഷയാണ് ഈ ഒരു കവിരാജമാർഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയറ്റിക് ആയിട്ടുള്ള സാഹിത്യം എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താണ് വു അഡോപ്റ്റഡ് ടൈറ്റിൽ ഓഫ് ആദിവർഹ. എന്താണ് ആദിവർഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ ഡിവോട്ടി ആയതുകൊണ്ട് ആദിവർഹ എന്ന പേര് വരുന്നു. ആരാണ്? ബോജ, മിഹിർ ബോജ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെ എന്താണ് വു കൺസ്ട്രക്റ്റഡ് നലന്ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ നലന്ദ യൂണിവേഴ്സിറ്റിയെ എന്താണ് റിവീവഡ് ചെയ്തിട്ടുള്ള രാജാവിനെ പറഞ്ഞു. ആ റിവീവഡ് ചെയ്ത ആരായിരുന്നു? അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞു എന്താണ് പാല ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ആരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരാണ്? ചന്ദ്രഗുപ്ത ആണ് ആദ്യമായിട്ട്, ഗുപ്ത ഡൈനാസ്റ്റിയിലാണ് എന്ത് ഈ ഒരു യൂണിവേഴ്സിറ്റി, നളന്ദ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഇനി ഈ വൂ ബിൽഡ് ബൃഹദേശ്വർ ടെമ്പിൾ. ബൃഹദേശ്വർ ടെമ്പിൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ആരായിരുന്നു? രാജേശ്വര അല്ലേ? രാജരാജേശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവാണ് എന്ത് ഈ ബൃഹദേശ്വര ടെമ്പിൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇനി കുറേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോയിൻറ്റ്സുകൾ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ടൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. അപ്പോൾ ഇത്ര കാര്യങ്ങളെ നമ്മൾ ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുള്ളൂ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യയിൽ. ഇനി നമ്മൾ ഈ ഒരു പോർഷൻസുകൾ അല്ലെങ്കിൽ ഈ പോർഷൻസിൽ വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിലും നമ്മളിതൊന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി സുൽത്താനേറ്റ് പീരീഡൊക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടി മിഡീവൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ വരിക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.